വീണ്ടും ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു ATM കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ATM കാർഡിൻ്റെ പിന്ന് നിങ്ങൾ മറന്നുപോയി എന്നിരിക്കട്ടെ, ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ATMൽ പോയിട്ട് പുതിയൊരു പിന്ന് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫെഡറൽ ബാങ്ക് ATMൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്യാഷ് വിഡ്രോവൽ, ക്യാഷ് ഡെപ്പോസിറ്റ്, പിന്ന് ക്രിയേഷൻ പോലുള്ള എല്ലാ ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഷെയറും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, പിന്ന് മറന്നുപോയാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയാനായി നമുക്ക് നേരെ ഫെഡറൽ ബാങ്കിൻ്റെ ATMലേക്ക് പോകാം. ഇത് ഫെഡറൽ ബാങ്കിൻ്റെ CDM ആണ്. ആദ്യം നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ATM കാർഡ് മെഷീനിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് അവിടെ ലോക്ക് ആയിക്കോളും. ഞാൻ ഈ വീഡിയോയിൽ ATMൽ നമ്മൾ പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള 3 രീതികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 3 രീതികളും ഏകദേശം ഒരേപോലെ തന്നെയാണെങ്കിലും സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളിൽ മാറ്റമുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ കാർഡ് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ATM സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ ഏത് ഭാഷയാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തത് തന്നെ സ്ക്രീനിൽ ഇപ്പോൾ 8 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴത്തെ ഓപ്ഷൻ സോഫ്റ്റ് പിൻ ബാർ പിൻ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ആ ഓപ്ഷൻ്റെ നേരെ സൈഡിലുള്ള ഈ താഴത്തെ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ 2 ഓപ്ഷനുകളുണ്ട്, സോഫ്റ്റ് പിൻ, പിൻ ചേഞ്ച്. അപ്പോൾ അതിൽ സോഫ്റ്റ് പിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് അതിൻ്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ, ആ 4 ബട്ടണുകളിൽ താഴേക്കുള്ള 3ാമത്തെ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ ജനറേറ്റ് എ ന്യൂ സോഫ്റ്റ് പിൻ, ആൾറെഡി ഹാവ് എ സോഫ്റ്റ് പിൻ തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ മുകളിലത്തെ ഓപ്ഷനായ ജനറേറ്റ് എ ന്യൂ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി അതിൻ്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ, ആ 4 ബട്ടണുകളിൽ താഴേക്കുള്ള 3ാമത്തെ ബട്ടണാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ATM കാർഡുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ടിലേക്ക് നമ്മളൊരു മൊബൈൽ നമ്പർ അവിടെ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് SMS ആയിട്ട് ഇപ്പോൾ വരുന്നതാണ്. അതാണ് താൽക്കാലിക പിന്ന്. ആ ഒരു താൽക്കാലിക പിന്ന് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുമായി ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ ആ SMS വന്നിട്ടുണ്ട്. അപ്പോൾ ആ SMSൽ ഒരു 4 അക്കങ്ങളുള്ള താൽക്കാലിക പിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് ആദ്യം നമ്മൾ നോക്കി മനസ്സിലാക്കണം. അങ്ങനെ ആ SMS വന്നിരിക്കുന്ന ആ താൽക്കാലിക 4 അക്ക പിന്ന് നമ്മൾ വേഗം നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ പ്രൊസീഡ് ടു സെറ്റ് പിൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ താൽക്കാലിക പിന്ന് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് SMS വന്നിരിക്കുന്ന ആ താൽക്കാലിക പിന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊസീഡ് ടു സെറ്റ് പിൻ എന്ന ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് SMS വന്നിരിക്കുന്ന ആ പിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം. ആദ്യം ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ ഓപ്ഷൻ്റെ നേരെ സൈഡിലായിട്ടുള്ള മുകളിൽ നിന്ന് താഴേക്കുള്ള 3ാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ എൻ്റർ യുവർ സോഫ്റ്റ് പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ SMSലെ ആ പിന്ന് ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ലഭിച്ച ആ സോഫ്റ്റ് പിന്ന് ഞാനിവിടെ മെഷീനിൻ്റെ കീപാഡിൽ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ ഇപ്പോൾ സ്ക്രീനിൽ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. ഇനിയാണ് നമുക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങളുള്ള ഒരു സ്ഥിരമായ ഉപയോഗിക്കാനുള്ള പിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പുതിയ പിന്ന് ഞാനിവിടെ മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെ ഇപ്പോൾ സ്ക്രീനിൽ റീ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിന്നില്ലേ, അത് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നമ്പറുകളൊക്കെ ക്രമം തെറ്റിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ
ഓപ്ഷൻ ഉള്ളത്. അപ്പം ഞാൻ ആ പുതിയ പിന്ന് തന്നെ വീണ്ടും മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ സ്ക്രീനിൽ യുവർ പിൻ ഈസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാനിപ്പോൾ പുതിയതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത പിന്ന് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഏതൊരു ട്രാൻസാക്ഷൻ ഞാൻ ഈ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ATM-ൽ നടത്തുമ്പോഴും ഈ ഒരു പുതിയ പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴേ എനിക്ക് ആ ട്രാൻസാക്ഷനുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇനി പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള അടുത്ത രീതി നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഫെഡറൽ ബാങ്കിന്റെ ATM ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഫെഡറൽ ബാങ്കിന്റെ CDM ആയിരുന്നല്ലോ. അപ്പോൾ CDM-ലും ATM-ലും എങ്ങനെയാണ് ഓപ്ഷനുകൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് മെഷീനുകളിലും കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഓപ്ഷനുകളൊക്കെ ഒരേപോലെ തന്നെയാണ്, മെഷീനിന്റെ ഭാഗങ്ങളിൽ മാത്രമേ മാറ്റമുള്ളൂ. അപ്പം ഞാൻ ഈ ATM-ലേക്ക് എൻ്റെ ATM കാർഡ് ഇൻസർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇൻസർട്ട് ചെയ്യുന്ന ഭാഗം കണ്ടില്ലേ, ചെറിയ മാറ്റമുണ്ട്. CDM-ൽ ഇങ്ങനെയല്ല വരിക. ഇൻസർട്ട് ചെയ്ത് തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഞാൻ ആ ഇംഗ്ലീഷ് എന്നതിന്റെ നേരെ സൈഡിലുള്ള ആദ്യത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. ഇനി കാണുന്ന ഓപ്ഷനുകളിൽ ആ സോഫ്റ്റ് പിന്നിന്റെ നേരെ സൈഡിലുള്ള മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി ജനറേറ്റ് എ ന്യൂ സോഫ്റ്റ് പിൻ എന്നതിന്റെ സൈഡിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും എന്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് ആ ഒരു താൽക്കാലിക പിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന പിന്ന് നേരത്തെ വന്ന പിന്നല്ല, നമ്പറുകളിൽ മാറ്റമുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് SMS ആയി വന്നിരിക്കുന്ന ആ താൽക്കാലിക പിന്നിനെ നിങ്ങൾ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കിയാലേ ഉള്ളൂ ഇവിടെ ആ പ്രൊസീഡ് ടു സെറ്റ് പിൻ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കാൻ കുറച്ച് താമസിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ ഇവിടെ അവസാനിക്കും. എന്നിട്ട് നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കും. അങ്ങനെ നമ്മൾ ആ കാർഡ് പുറത്തേക്ക് എടുക്കേണ്ടി വരും. അതായത് അടുത്ത സ്ക്രീനിലേക്ക് നമുക്ക് പോയിക്കൊണ്ട് പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ അപ്പം സാധിക്കില്ല. പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ താൽക്കാലിക പിന്നിനെ നിങ്ങൾ പിന്നീട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ SMS-ലെ ആ പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ആ പ്രൊസീഡ് ടു സെറ്റ് പിൻ എന്നതിൻ്റെ താഴെ എക്സിറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അത് പ്രസ് ചെയ്ത് ഈ ട്രാൻസാക്ഷൻ നമുക്ക് തന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആ എക്സിറ്റ് എന്നതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ താഴത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പം അതിൽ പ്രസ് ചെയ്തതും പ്ലീസ് ടേക്ക് യുവർ കാർഡ് എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ATM കാർഡ് പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ATM കാർഡ് പുറത്തേക്ക് എടുത്തതിന് ശേഷം എൻ്റെ SMS-ലെ ആ താൽക്കാലിക പിന്നൊക്കെ നോക്കി മനസ്സിലാക്കി ഇനി ഞാൻ വീണ്ടും എൻ്റെ ATM കാർഡ് മെഷീനിലേക്ക് തന്നെ ഇൻസർട്ട് ചെയ്യുകയാണ്. ഭാഷ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് ആ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്തു. ഇപ്പോൾ ആ സോഫ്റ്റ് പിൻ ചേഞ്ച് തുടങ്ങിയ രണ്ട് ഓപ്ഷനുകളിൽ വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ സ്ക്രീനിലെത്തി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ജനറേറ്റ് എ ന്യൂ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. കാരണം പുതിയൊരു താൽക്കാലിക പിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ഇപ്പോൾ അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു താൽക്കാലിക പിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ നോക്കി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ ആൾറെഡി ഹാവ് എ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്കൊരു താൽക്കാലിക പിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആ ഓപ്ഷന്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾറെഡി ഹാവ് എ സോഫ്റ്റ് പിൻ എന്നതിന്റെ സൈഡിലുള്ള ഈ നാലാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ എൻ്റർ യുവർ സോഫ്റ്റ് പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആ SMS-ലെ പിൻ ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്തതും തന്നെ നേരത്തെ പോലെ തന്നെ ന്യൂ പിന്ന് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു. ഞാനത് കീപാഡിൽ പുതിയൊരു പിന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ റീ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും പുതിയ പിന്നിനെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അതും ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നെ ഇപ്പോൾ സ്ക്രീനിൽ പുതിയ പിന്ന് ക്രിയേറ്റ് ആയി കഴിഞ്ഞു എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് SMS നോക്കാൻ കുറച്ച് സമയമെടുത്താലും വീണ്ടും ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തുകൊണ്ട് പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത രീതി നോക്കാം. അതും ഇതേപോലെ തന്നെയാണ്, ഓപ്ഷനിൽ ചെറിയ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും എൻ്റെ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് ഓപ്ഷനുകളൊക്കെ സെലക്ട് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് വീണ്ടും SMS ആയിട്ട് ഒരു താൽക്കാലിക പിന്ന് വന്നു. അതിനുശേഷം ഞാൻ ആ ട്രാൻസാക്ഷൻ എക്സിറ്റ് അടിച്ച് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ SMS-ലെ ആ താൽക്കാലിക പിന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും എൻ്റെ ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്ത് ഭാഷ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ആ താഴത്തെ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ സെലക്ട് ചെയ്തത് ആ സോഫ്റ്റ് പിൻ എന്ന ഓപ്ഷനാണ്. അത് പ്രസ് ചെയ്തപ്പോൾ ജനറേറ്റ് എ ന്യൂ സോഫ്റ്റ് പിൻ, ആൾറെഡി ഹാവ് എ സോഫ്റ്റ് പിൻ തുടങ്ങിയ രണ്ട് ഓപ്ഷനുകളുള്ള സ്ക്രീനിലാണ് എത്തിയത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ആ ഒരു സ്ക്രീനിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ അതിലെത്തിക്കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നേരത്തെ
നേരത്തെ കാണിച്ചത്. പക്ഷെ അതിന് പകരം ഇവിടെ താഴെ പിൻ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ആ പിൻ ചേഞ്ച് എന്നതിന്റെ നേരെ സൈഡിലുള്ള ആ 4ാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ പ്ലീസ് എൻ്റർ യുവർ പിൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എൻ്റർ പിൻ എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് SMS ലഭിച്ച ആ സോഫ്റ്റ് പിന്ന് കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ ആ സോഫ്റ്റ് പിന്നിനെ ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ പുതിയ പിന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ റീ എൻ്റർ എന്ന് ഇവിടെ കാണിക്കുന്നു. ഞാൻ ആ പുതിയ പിന്ന് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ യുവർ പിൻ ഈസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ പുതിയ പിന്ന് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.